മുഹമ്മദ് റഹീസ് കൂടി ചെയ്യുന്നു ദുബായിൽ നിന്നും. റഹീസ്, എന്താണ് രാവിലെ ദുബായിലെ അവസ്ഥ? ഇന്ന് മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ ദുബായിയുടെ പല സ്ഥലങ്ങളിലും രാത്രി വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ പോയ രാത്രി അത് സംഭവിച്ചോ? എന്താണ് രാവിലത്തെ സാഹചര്യം റഹീസ്? ഹാഷ്മി, ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം UAE-യിലും പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. അതിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി ചെറിയ തോതിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അത് 2-3 മിസൈലുകളൊക്കെ വന്നു, അതിനെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിലവിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. പക്ഷെ അത് ഒരു വലിയ തോതിലുള്ള അറ്റാക്ക് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ വൈകിട്ട് ഔദ്യോഗികമായ വിവരം വന്നതിന് ശേഷം പിന്നീട് ഇതുവരെ 3 മിസൈലുകളൊക്കെയാണ് വന്നത് എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ UAE-യുടെ കാര്യത്തിലാണ് 3, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിലും 2-3 എന്നുള്ള രീതിയിലൊക്കെയാണ് എന്തായാലും ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. ഇതൊരു വലിയ കണക്കല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ നടന്ന ആക്രമണത്തിന്റെ രീതിയിൽ അതേ തോതിലൊന്നും UAE-യിലോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു ആക്രമണം നടക്കുന്നില്ല. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രം ഏതാണ്ട് ഒരു 95% മുകളിലേക്ക് സാധാരണ നിലയിലേക്ക് തന്നെ മാറുകയാണ്. ജനജീവിതം സാരമായിട്ടൊന്നും എന്തായാലും ഈ യുദ്ധത്തിൽ ഇതുവരെയും ബാധിച്ചിട്ടില്ല, ഈ ഇറാന്റെ ആക്രമണത്തിൽ ബാധിച്ചിട്ടില്ല. അത് അത്തരത്തിൽ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെയും UAE മറ്റ് രാജ്യങ്ങളും ഒക്കെ നടത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, ഇന്ന് ഈ യൂറോപ്യൻ യൂണിയന്റെയും ഒപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ വിദേശകാര്യ മന്ത്രിമാർ ഒരു യോഗം ചേരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സാമ്പത്തിക മേഖലയെ പ്രതിരോധത്തിലാക്കുക, അവിടെ ഒരു ആശങ്ക സൃഷ്ടിക്കുക, അതുവഴി ഒരു സിമ്പതി പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ തങ്ങളുടെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, കൂടുതൽ രാജ്യങ്ങളെ ഈ യുദ്ധത്തിനെതിരെ സംസാരിപ്പിച്ചുകൊണ്ട് അമേരിക്കയെ പിന്മാറ്റുക, അല്ലെങ്കിൽ ഈ ഒരു അമേരിക്ക-ഇസ്രായേൽ സഖ്യത്തിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഇറാൻ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പത്തിക കേന്ദ്രങ്ങളിലും പോർട്ടുകളിലും ഒക്കെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഒരു വിധി എന്താകും എന്നുള്ള ഒരു കാര്യത്തിൽ കൂടി ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോടെ, UAE സമയം 9 മണിയോടെ ആകും ഈ യോഗം തുടങ്ങുക എന്നാണ് ഇന്നലെ രാത്രി വന്ന അറിയിപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വിശദമായിട്ടുള്ള ചർച്ചയുണ്ടാകും. ഏത് തരത്തിലാണ് സാമ്പത്തിക മേഖലയെ ഈ ഒരു ആക്രമണം ബാധിച്ചിട്ടുള്ളത്, ഇറാന്റെ നീക്കങ്ങളെ ഏതൊക്കെ തരത്തിൽ അപലപിക്കുന്നു, ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് ഏതൊക്കെ രാജ്യങ്ങൾ പറയുന്നു, അതിൽ ഇറാനെ അനുകൂലിച്ച് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും. അതായത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ആരോടൊപ്പവും ചേർന്ന് നിന്ന് ഒരു പ്രസ്താവനയിലേക്ക് പോകാനോ മറ്റോ ഒന്നും താല്പര്യമില്ല, ഈ 2 കക്ഷികളുടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രത്യക്ഷ നിലപാടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പൊതുവെ എടുത്തിട്ടുള്ള, ഒമാൻ ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ പൊതുവെ എടുത്തിട്ടുള്ള ഒരു നിലപാട്. അപ്പോൾ ആ തരത്തിൽ തന്നെ ആകുമോ ഈ ഒരു തീരുമാനം വരിക? ഒപ്പം തന്നെ ഏതൊക്കെ നടപടികൾ എടുത്താൽ, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ പഴയ തോതിലേക്ക് ഈ സാമ്പത്തിക മേഖലയെ പൂർണ്ണമായും കൊണ്ടുപോകാൻ കഴിയും എന്നതിൽ വലിയൊരു ചർച്ച ഉണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. അതിനപ്പുറത്തേക്ക് ഈ കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ചില ആക്രമണങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഒരു പ്രസ്താവനകളൊന്നും എന്തായാലും ഇതുവരെയും വന്നിട്ടുമില്ല. അപ്പോൾ ആ നിലയ്ക്കാണ് കുവൈറ്റിനെ സംബന്ധിച്ച് അവിടെ ചില മാധ്യമപ്രവർത്തകരൊക്കെയും അറസ്റ്റിലായിട്ടുണ്ട്. അത് ഈ വ്യാജ വാർത്തകളും വ്യാജ ദൃശ്യങ്ങളും നൽകി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് രാവിലെ വന്നിട്ടുള്ള വിവരം, അത് അവർ എത്രത്തോളം അവരുടെ ഡിഫൻസ് ഈ മിസൈലുകളെ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 74 മിസൈലുകളും 117 ഡ്രോണുകളുമാണ് ഇതുവരെ തകർത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ബഹ്റൈനിൽ നിന്നും ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. ആ നിലയ്ക്ക് ഓരോ രാജ്യങ്ങളും തങ്ങൾ ഇത്തരത്തിൽ ചെറുത്ത കണക്കുകൾ, പ്രതിരോധിച്ച കണക്കുകളൊക്കെയും പുറത്തുവിടുന്നുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം ഇന്നലെ വാണിങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ രാത്രി ഒരു 2 വാണിംഗ് എങ്കിലും UAE ലഭിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിൽ വാർണിങ്ങുകളൊന്നും ഇന്നലെ ലഭിച്ചിട്ടില്ല. അത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. മറിച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.